ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വർഷത്തെ അമേരിക്കൻ വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തു വരികയാണ്. എല്ലാ ടീമുകളും തങ്ങളുടെ ഒരുക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സൗത്ത് അമേരിക്കയിലെ വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു. യൂറോപ്പിലെ യോഗ്യതാ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാർലോ ആഞ്ചലോട്ടിയിലാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പ്രതീക്ഷകൾ. പക്ഷേ അവസാന മത്സരത്തിൽ പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളത് അവർക്ക് ക്ഷീണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതായാലും വരുന്ന അമേരിക്കൻ വേൾഡ് കപ്പിലെ ഫേവറേറ്റുകൾ ആരൊക്കെയാണ്? ഇത് കാർലോ ആഞ്ചലോട്ടിയോട് പുതിയ അഭിമുഖത്തിൽ ചോദിക്കപ്പെട്ടിരുന്നു. തീർച്ചയായും ബ്രസീൽ ഫേവറേറ്റുകളാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബ്രസീലിന് വെല്ലുവിളി ഉയർത്തുന്ന ഒരുപാട് ടീമുകൾ അവിടെയുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അർജന്റീന ഫേവറേറ്റുകളാണ് എന്ന് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും ബ്രസീൽ വരുന്ന വേൾഡ് കപ്പിലെ കിരീട ഫേവറേറ്റുകളാണ്. പക്ഷേ ബ്രസീൽ മാത്രമല്ല ഉള്ളത്, അവിടെ അർജന്റീനയുമുണ്ട്. സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി എന്നിവരൊക്കെ ഉണ്ട്. ഇവർ എല്ലാവരും വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ളവരാണ്, കിരീട ഫേവറേറ്റുകളുമാണ്. ഇതാണ് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പിടി കിരീട ഫേവറേറ്റുകൾ വരുന്ന വേൾഡ് കപ്പിൽ ഉണ്ട് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് പ്രോഗ്രസ് ബ്രസീൽ കൈവരിക്കേണ്ടതുണ്ട്. കാർലോ ആഞ്ചലോട്ടി വന്നതിന് ശേഷം ഡിഫൻസ് ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ടീമിനെ അലട്ടുന്നുണ്ട്. നെയ്മർ ജൂനിയറെ തിരികെ കൊണ്ടുവരണമെന്ന് പല ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെട്ടു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.